சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை മുത്ത് മുത്ത് ആസേ. പാപ്പയുടെ വക സ്പെഷ്യൽ നെയ്ച്ചോറുണ്ടോ? ഐഡിയ സ്റ്റാർസ് കപ്പടിച്ചപ്പോ പോലും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടായില്ല. നമുക്ക് സാഹചര്യം അനുസരിച്ച് മാറേണ്ടി വന്നെന്നുള്ളതാണ്. മിഴിനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരൾ നൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ. ESP മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. അങ്ങനെ ഈ ചെറിയ പെരുന്നാളിന് ESP മീഡിയയുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഗായകൻ നജീം അർഷാദാണ്. നജീം, ഈദ് മുബാറക്. ഈദ് മുബാറക്. അങ്ങനെ പെരുന്നാളിന് നജീമിന്റെ ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സന്തോഷം. ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിപ്പോൾ ലോകമെങ്ങും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആഘോഷവേളയിൽ ഇബ്രു വീട്ടിൽ വന്നതിൽ സന്തോഷം. വീട്ടിലേക്ക് ക്ഷണിച്ചതിലും എനിക്കും ഒരുപാട് സന്തോഷം. അപ്പൊ എന്താണെങ്കിലും പെരുന്നാളാണ്, എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ബിരിയാണി കുറച്ച് കഴിഞ്ഞാൽ ഇബ്രുവിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഞാനത് കഴിച്ചിട്ട് പോകും. അപ്പൊ എന്താണെങ്കിലും ആ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന വീട്ടില് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു പാട്ടിലൂടെ അങ്ങോട്ട് പോകാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. MG ശ്രീകുമാർ സാർ പാടിയ ഒരു പാട്ടാണ്. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറകണ്ടതു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൽ പിറ കാണും വരെയും തറാവി നിസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറകണ്ടതു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൽ പിറ കാണും വരെയും തറാവി നിസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടതു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൽ പിറ കാണും വരെയും തറാവി നിസ്കാരം. അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാട്ടത്. ഇത് പെട്ടെന്ന് റംസാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ പറഞ്ഞ പണ്ട് കാലം നമ്മളെ ഒരു സമയത്തൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ്. അന്നത്തെ പാട്ടൊക്കെ എപ്പോഴും ദാസേട്ടൻ പാടിയ ഒരുപാട് മാപ്പിള പാട്ടാണെങ്കിൽ പാട്ടുകളുണ്ട്. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ. ഇപ്പൊ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും അന്നത്തെ പാട്ടുള്ള ഒരു ക്ലാസിക് ആണ് മാപ്പിള പാട്ട്. അതുപോലെ തന്നെയാണല്ലോ നജീം ആ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത സമയത്താണല്ലോ നജീം കടന്നു വരുന്നത്. അതെ അതെ, അതുകൊണ്ട് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു സമയമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി പ്ലാറ്റ്ഫോം യൂട്യൂബ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഉണ്ടെങ്കിൽ, ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ സ്വന്തം വൈറലാവുന്ന എന്തോരം പേരാണ്. തീർച്ചയായിട്ടും ഒരു വെറുതെ ഒരു പാട്ടിട്ട് ഫേസ്ബുക്കിലേക്ക് കഴിവുള്ളവരും ആവാം കഴിവില്ലാത്തവരും ആവാം, ആർക്കും പെട്ടെന്ന് കയറി വരാൻ പറ്റും. എന്റെ ഒരു സംശയം ഇപ്പൊ പറഞ്ഞതിന്റെ പേരിൽ ഒരു സംശയം എന്ന് വെച്ചാൽ അന്ന് ഇപ്പൊ നമുക്ക് പറയുന്നു ഒരു വീഡിയോ ഇട്ടാൽ ഒരു പാട്ട് പാടുക അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്തൊക്കെ വൈറലായി വരുന്നു. പക്ഷെ ഇതൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷെ അന്ന് നജീമൊക്കെ വരുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് വന്ന ഒരു സമയം നിലനിൽക്കുന്നുണ്ട്. കുറെ പേര് നിലനിൽപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഓരോന്നും വന്നോണ്ടിരിക്കും ഇപ്പോഴത്തെ. അതെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വൈറലിന്റെ പുറകെ പോവുകയാണ്. അപ്പൊ അടുത്തേക്ക് വരികയാണ്. അതാണ്. അപ്പൊ ഇപ്പൊ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ അന്ന് മൊബൈൽ ഇല്ല. എല്ലാരും TV ആണ് ഡിപ്പെൻഡ്. വൈകുന്നേരം ആ ഒരു സമയത്ത് എല്ലാരും ചാനലിന്റെ മുമ്പിലാണ്. പരിപാടി ചാനലിന്റെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ റെഡി ആയി നിൽക്കാണ്. ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇപ്പോഴത്തെ പോലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു റീല് പോയി കഴിഞ്ഞാൽ ഇപ്പം എല്ലാരും TV ചാനലൊന്ന് കാണുന്നത് വളരെ വിരളമാണ്. എല്ലാരും ഇൻസ്റ്റാഗ്രാം റീൽസും ഇപ്പൊ ഈ TV ഷോയുടെ റീച്ച് വരെ മൊബൈൽ കൂടിയാണ്. ഓരോ റിയാലിറ്റി ഷോയെ കുറിച്ച് നമ്മൾ അറിയണതും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെയാണ്. അന്നൊക്കെ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ നജീമ പാടുന്ന സമയത്ത് ശരിക്കും നല്ല നല്ല പാട്ടുകളും അതുപോലെ തന്നെ നല്ല വിറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് പാടുന്ന കുട്ടികളിലേക്ക് ചെറിയ കട്ട് പീസൊക്കെ എടുത്തിട്ട് അത് വൈറലാവുകയും അവരെ അറിയപ്പെടുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് നജീമൊക്കെ അന്ന് വന്നത് ഏകദേശം ഒരു 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട് പിറ്റത്തെ വർഷം ആണെങ്കിൽ ഒരു 1 കോടി കിട്ടിയാനായിരുന്നു എന്ന് ചിന്തിക്കാറില്ല. അത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്നിരുന്നെങ്കിൽ ആ ഫ്ലവറിന്റെ പ്രൈസ് മണി കുറച്ചുകൂടെ വലുത് കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ വന്ന സമയത്ത് തന്നെ ഉണ്ട് അന്ന് 50 ലക്ഷത്തിന്റെ ആ കപ്പൊക്കെ വന്ന് കയറിയപ്പോ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് വെച്ചേക്കാണ്.
അല്ലേ ഞാൻ പറഞ്ഞത് ഈ ഇപ്പം 1 കോടിയോ 2 കോടിയോ അല്ല ഞാൻ കേട്ടോ. എനിക്ക് ആ ഒരു സമയത്ത് വളരെയധികം വാല്യൂ കൊടുക്കുന്ന ആളാണ്. അത് പ്രൈസ് മണി നോക്കിയിട്ടല്ല, പക്ഷെ ആ ഒരു വർഷം ഞാൻ ആ ഒരു സമയത്ത് വന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇബ്രു ഇപ്പൊ ഇവിടെ വന്നിരുന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യണത്. അല്ലേ ശരിക്കും ആ ഒരു ഐഡന്റിറ്റി, ആ ഒരു വർഷം ആൾക്കാർ എനിക്ക് തന്ന ഒരു പ്രോത്സാഹനവും സ്നേഹവും, ഇപ്പൊ പോലും എനിക്ക് പ്രോഗ്രാംസിന് വിളിക്കുന്നത് എല്ലാം ആ സ്റ്റാർ സിംഗർ എന്നുള്ള. ഇപ്പൊ ഒരുപാട് സിനിമകൾ പാടിയിട്ടുണ്ട്, എന്നാൽ പോലും 400ഓളം സിനിമകളിൽ പാടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് 1 കോടിയുടെ സമയത്തല്ല, അതിന് മുമ്പേ ഒന്നും സോഷ്യൽ മീഡിയകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് എത്തിയത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിൽ നിങ്ങൾക്ക് ഒരുപാട് ടാസ്ക് വരുവാണ്, ഒരു വേഷമൊക്കെ കെട്ടിയിട്ട് പോകുന്ന ഒരു സംഭവം. അതിന്റെ എന്തെങ്കിലും ഒരു ഓർമ്മ എന്നെ എന്തെങ്കിലും ഒരു സംഭവം പറയാം? ഒരുപാട് ഓർമ്മകളുണ്ട്. അത് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് ശരിക്കും ഒന്നെന്ന് പറഞ്ഞാല് ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ നിന്നൊരിടത്ത് നിന്ന് പാടി എനിക്ക് ഈ പെർഫോമൻസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഈ സ്റ്റാർ സിംഗർ കാണുമ്പോൾ തന്നെ 1-2 റിയാലിറ്റി ഷോ ഒക്കെ പല ചാനലിലും ഉണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ എല്ലാവരും പെർഫോം ചെയ്ത് പാടുന്നു. പക്ഷെ എനിക്കതുപോലെ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും നിനക്ക് പൊയ്ക്കൂടെ മത്സരിക്കാൻ, നിനക്ക് പാടാതെ നിന്ന് പോകും എന്നാ. അപ്പം ഞാനപ്പോൾ ഒതുങ്ങി ഷൈ ആയിട്ടില്ല, എനിക്കിങ്ങനെയൊന്നും പറ്റൂല, എനിക്കൊന്ന് ഈ പെർഫോം ചെയ്ത് പാടാനായിട്ടുള്ള നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു ഒരു ചെറുതിലെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഓഡിഷന് ഞാൻ കൊടുത്തിട്ടില്ല. ഞാനിത് ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആണ് ഓഡിഷന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ, അതും അന്ന് കൊടുത്തില്ല. അന്ന് രാത്രി തീരാൻ നേരം ഒരു 9 o'clock ഒക്കെ ആയപ്പോഴാണ് മനസ്സാ പിന്നെ കൊടുക്കാം. കാരണം വീട്ടിൽ നിന്ന് പുഷ് ചെയ്ത് ഫ്രണ്ട്സ് ആയാലും പിന്നെ ഗുരു അരഞ്ഞാട് രാജു സാറ്, എൻ്റെ വീട്ടില് ഉമ്മ വാപ്പ എല്ലാവരും ഇവിടെ പറഞ്ഞു നീ പോ, കാരണം നമുക്ക് എന്തായാലും നമ്മുടെ പാട്ട് ആണ് ജനങ്ങളോട്ട് എത്തണം, ഇതിൽ പോയി പങ്കെടുക്കാം, അപ്പൊ എങ്ങനെയെങ്കിലും കുറച്ച് പേര് കേൾക്കട്ടെ പാട്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പോലെ അല്ല, ഞാൻ പറഞ്ഞ അന്നത്തെ കാലത്ത് നമുക്കൊരു സ്വാധീനം ഇല്ല സിനിമയിൽ. ഇപ്പൊ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു സിനിമയിലൊരു വരിയെങ്കിലും പാടുക, അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ നമ്മളൊരു പാട്ട് ആലാപെങ്കിലും കേൾക്കുക എന്നുള്ളതാണ് അന്നത്തെ ആ ഒരു സമയത്ത് ചെറുതിലേ ഉള്ള ആഗ്രഹിച്ചത്. ഇന്നിപ്പോ പലരും നജീമിന്റെ പാട്ട് വീട്ടിലിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ പഞ്ചാബി ആയിട്ട് വേഷം കെട്ടി, പിന്നെ എന്തോ കുറെ ഫാമിലി പഞ്ചാബി വേഷത്തിലൊരു കോമഡി ഉണ്ട്. അതായത് അന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് എൻ്റെ ഷൂട്ട് നടന്നത്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം ഒരു 4-5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. 4 കിലോമീറ്റർ വട്ടിയൂർക്കാവിലാണ് എൻ്റെ ഷൂട്ടിംഗ് ഫ്ലോർ. അപ്പൊ എന്റെ വീട് വന്നിട്ട് അതെന്തോ ഒരു ഭാഗമുണ്ട്, എല്ലാവരും ദൂരെ ദുബായിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത്. പക്ഷെ എൻ്റെ എന്തോ ഒരു തൊട്ടടുത്ത് ഞാൻ ബൈക്കിലാ പോണേ. ഒരു ഡിസ്കവർ ബൈക്ക് ഉണ്ടായിരുന്നു, ആ ബൈക്കിലാണ് പോയി ഞാനും ഉമ്മയും കൂടെ പോയി. അവിടെ ബൈക്ക് സ്റ്റാൻഡിൽ വെക്കും, നേരെ പോയി പാടും, തിരിച്ച് വരും. വളരെ എളുപ്പം. അതെ. അപ്പൊ ഒരു ദിവസം ഒരു റൗണ്ട് പഞ്ചാബി റൗണ്ടായിരുന്നു. അപ്പൊ ഇതിന് ഞാൻ പെട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ അവിടെ പോയിട്ടാണ് ചെയ്യാറുള്ളത്. അവിടെ പോയി അവിടെ മേക്കപ്പ് മാൻ ഉണ്ട്, അവർ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂമൊക്കെ അവിടെ കോസ്റ്റ്യൂം കൊണ്ടുപോകും. ഇപ്പൊ ഈ പഞ്ചാബി റൗണ്ട് പഞ്ചാബി ആയിട്ടാണ് ഞാൻ. അപ്പൊ എനിക്കെന്ത് ഇത് തലയിലുള്ള ഇതുണ്ടല്ലോ, പകടി ഉണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും ഞങ്ങളെ അടുത്താണ് മിലിറ്ററി ക്യാമ്പ്, പാങ്ങോട്, ഞങ്ങളുടെ തിരുമല പാങ്ങോട്. അപ്പൊ അവിടെ നമുക്ക് പരിചയത്തില് ഒരു മിലിറ്ററി ശരിക്കും അവര് ഒരു സർദാർ ഒരു പഞ്ചാബി യൂസ് ചെയ്ത ഡ്രസ്സ് തലേ വെക്കുന്ന പകടി. അപ്പൊ അത് ശരിക്കും ആ പുള്ളി അതുപോലെ അതെന്ന് പറഞ്ഞാൽ പുള്ളി അവരുടെ കയ്യിൽ കുറെ ഉണ്ടാവും. അതിലൊരെണ്ണം എടുത്ത് എനിക്ക് വെച്ചു. അപ്പൊ എനിക്ക് തലയെ വെച്ചിട്ട് അതിന്റെ ഇത് അല്ലാതെ കൊണ്ടുപോകാൻ പറ്റൂല. ഒന്നെടുത്ത് കവറിലാക്കി കൊണ്ടുപോകാൻ പറ്റും, ഒന്നും പറ്റത്തില്ല. അപ്പൊ ഒരു തലയെ വെച്ചത് ഇനി ഇങ്ങ് വിട്ടോ, ഇനി ഇപ്പൊ നേരെ റൗണ്ടില് നേരെ മൈക്ക് എടുക്കുക പാടുക. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഞാന് ബൈക്കില് പഞ്ചാബി ആയിട്ട് അന്നാരെ ആർക്ക് തന്നെ അറിയില്ല. അപ്പൊ ചിലപ്പോ റോഡിൽ കാണുന്ന വിചാരിക്കും ചിലപ്പോ ഞാൻ ശരിക്കും പഞ്ചാബി ആയിരുന്നു വിചാരിച്ചാണ്. അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്ര പോയി ഞാൻ ബൈക്കിൽ ഞാനും പോയിട്ട് അങ്ങനെ നേരെ പോയി ബൈക്കെടുത്ത് പാടി റൗണ്ടിൽ പാടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി. അപ്പൊ അവിടെ ചെന്ന് കയറിയപ്പോ എല്ലാവരും നെട്ടിപ്പോയി, ഇതാരടാ. അങ്ങനെ എന്തോരം വേഷങ്ങളുണ്ട്. എന്താണെങ്കിൽ നമ്മൾ നജീമിന്റെ അടുത്ത് വരുമ്പോ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്കൊരു പാട്ടിലേക്ക് സാരസപ്പൂ നബി സഹബോരും തൂഷന്താനെ
தானம் கொய்பதுக்கு பதர்பட பொருதான் நடந்தானே சாரசப்பு நபி சஹபோரும் தூஷந்தானே தானம் கொய்பதுக்கு பதர்பட பொருதான் நடந்தானே ഊരുമേപത് സഹ്റാനിലടുത്തേ വമ്പരും തമ്പങ്കെടുത്തേ ഊറ്റമാലബ് സുപ്പിയന ജനത്തെ ഒട്ടകം പട്ടും മീകത്തെ ജരക്കും കട്ടപ്പെടുന്തിട്ട ചഷ്ടർ പിറക്കും ഭയം പൊട്ടിത്തക്ക ചിക്കിത്തക്ക ബറക്കും ബരയംബശിചെന്തറിവാൻ നബി ബിങ്കിട ചിങ്കം ഇരണ്ട് സഹബോരെ സാരസപ്പു നബി സഹബോരും തൂഷന്താനെ താനം കൊയ്ബതുക്ക് ബദർബട പൊരുതൻ നടന്താനേ. അടിപൊളി. എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ പാട്ട് അല്ലേ? ദാസേട്ടന്റെ പാട്ട് പാടുന്നൊക്കെ പറഞ്ഞല്ലോ, ചെറുപ്പത്തിലേക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ദാസേട്ടനൊക്കെ. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണാനും അവരോടൊക്കെ ഒപ്പം പാട്ട് പാടാനൊക്കെ ഒരു അവസരം കിട്ടിയില്ലേ, എന്ത് തോന്നുന്നു? വലിയ ഭാഗ്യം. എന്ത് പറയാൻ, നമ്മൾ ചെറുപ്പത്തിലേ കാണുന്നല്ല കേൾക്കുന്ന കേട്ട് വളർന്ന എല്ലാ മലയാളിയുടെ മനസ്സിൽ ദാസാറാണെങ്കിലും MG ശ്രീകുമാർ സാറിൻ്റെ പി ജയേന്ദ്രൻ സാറ് ഇവരെല്ലാം നേരിട്ട് കാണാനും ഇവരോടൊപ്പൊക്കെ പരിപാടികളിൽ ദാസാറിന്റെ കൂടെ എനിക്ക് ഒരു ഷോയിൽ നിന്ന് ഞാൻ കൂടിയിട്ടുള്ളൂ. ബാക്കി പക്ഷെ MG ശ്രീകുമാർ സാറിനോടൊക്കെ ഒരുപാട് സ്റ്റേജ് ഷോയിലുണ്ട്. പി ജയേന്ദ്രൻ സാറിന്റെ കൂടെ സാറുമായിട്ടൊക്കെ വളരെ അടുത്ത് ചിത്ര ചേച്ചിയുടെ എബ്രോഡിലൊക്കെ ഷോസ് ഒക്കെ പോയിട്ടുണ്ട്. വലിയ ഭാഗ്യം, വേറെ ഒന്നും പറയാൻ. രാജ്യങ്ങളിൽ പോയിട്ടില്ലേ? അതെ, പിന്നെ ഇവരുടെയൊക്കെ നമ്മളെ ഒരു കുറെ പഠിക്കാനും ഉണ്ട് കേട്ടോ. അവർ ഇത്രയും ഹൈറ്റ്സ് നിൽക്കുമ്പോഴും വളർന്നു വരുന്ന ഇപ്പം നമ്മളെ പോലുള്ള കലാകാരുടെ അടുത്തുള്ള പെരുമാറ്റവും അവരുടെ തന്നെ പ്രോത്സാഹനമൊക്കെ എടുത്ത് പറയേണ്ടതാണ് ശരിക്കും. പിന്നെ അവരുടെ ഒരു ഭയങ്കര ഡൗൺ ടു എർത്താണ് ചിത്ര ചേച്ചിയൊക്കെ. വളരെ എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഭയങ്കര നമുക്ക് കണ്ടുപഠിക്കാൻ തന്നെ കുറേ ഉണ്ട്. MG ശ്രീകുമാർ സാറാണെങ്കിൽ വളരെ സ്നേഹമാണ് കാണുമ്പോഴത്തേയാണെങ്കിലും. ഒരു സഹോദരന് തോന്നുന്ന ഒരു സ്നേഹത്തിലാണ് എവിടെ കണ്ടാലും ഇടപഴകുന്നതും പെരുമാറുന്നതൊക്കെ. ഒരു പാട്ട് പാടണം എന്നൊരാഗ്രഹം കൊണ്ട് വന്ന് അങ്ങനെ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്ന് ഒരു കപ്പ് മേടിച്ചു. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നും അത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ടൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാളം അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി ഒരു അവസരം കിട്ടി. അതിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം. ഞാൻ ആദ്യം പാടുന്ന മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക അഭിനയിച്ച സിനിമയിലെ പാട്ടാണ്. മേജർ രവി സാറാണ് എന്നെ അതിലേക്ക് ക്ഷണിക്കുന്നതല്ല, എന്നെ പാട്ട് ഡിസൈഡ് ചെയ്ത്. കാരണം ഒരുപാട് പേര് പാടിയ പാട്ടുമാണ് കേട്ടോ. ഇന്നത്തെ പോലെ അല്ല ശരിക്കും പറഞ്ഞാൽ. അന്ന് വോയിസ് ടെസ്റ്റ് ചെയ്യും ഒരുപാട്. അപ്പം എനിക്ക് മുമ്പേ കുറേ പേര് പാടിയിട്ടുണ്ട് ഈ പാട്ട്. അപ്പോൾ സാറിന് എൻ്റെ പാട്ട് വോയിസ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ജെയ്സൺ ജെ നായർ ചേട്ടനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ, വയലാർ ശരത്തേട്ടനാണ് എൻ്റെ ലിറിക്സ്. അപ്പം അങ്ങനെയാണ് ഈ പാട്ട്. പക്ഷെ അത് സ്റ്റാർ സിംഗറിന് മുമ്പേ ഞാൻ പാടിയിരുന്നുവെങ്കിലും പക്ഷെ റിലീസായത് ഈ നടക്കുന്ന സമയത്ത്. അപ്പം ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ചുമ്മാ വെറുതെ ട്രാക്ക് പാടി എന്നുള്ള ഇതിൽ. പിന്നെ എപ്പോഴോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂഷ്വൽ നമ്മൾ വീണ്ടും സാധാരണ ജീവിതം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തൊരു 3-4 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഈ പടത്തിന്റെ അനൗൺസ്മെന്റ്. അപ്പൊ എനിക്ക് ഈ കൂടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണല്ലോ ഒരു സിനിമയിൽ പാടാം. അപ്പൊ ഇത് ഓർത്തു, എന്റെ പാട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ശരിക്കും മ്യൂസിക് ഡയറക്ടർ രാവിലെ ചേട്ടനെ വിളിച്ച് ചോദിച്ചായിരുന്നു, ചേട്ടാ എൻ്റെ പാട്ടുണ്ടോ? ചേട്ടനും ഞാൻ നിന്റെ വോക്കലും അയച്ചു കൊടുത്തിട്ടുണ്ട്, വന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഉറപ്പ് കിട്ടിയില്ല. അപ്പം ഞാനും വാപ്പയും കൂടെ പോയി ടിക്കറ്റൊക്കെ എടുത്ത് എയറിലൊക്കെ. മമ്മൂക്കയുടെ പടം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ബ്ലാക്കിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടൊക്കെ ടിക്കറ്റ് എടുത്താലും സിനിമ കാണണം. അപ്പം തിയേറ്ററിൽ വെച്ചിട്ടാണ് വോയിസ് ഓഫ് നജീം എന്ന് എഴുതി കാണിക്കുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എൻ്റെ പാട്ടാണല്ലോ. ഭയങ്കര സന്തോഷമായി. എൻ്റെ മറ്റേ ഇതൊക്കെ അങ്ങോട്ട് എഡിറ്റ് ചെയ്തത് അതിപ്പോൾ പറയുമ്പോഴെനിക്ക് ആ ഒരു ഹാപ്പിനെസ് പിന്നെ അത് വലിയ സന്തോഷമുള്ളതാണ്. എൻ്റെ മറ്റേ ഐഡിയ സ്റ്റാർസ് കപ്പടിച്ചപ്പോൾ പോലും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടായില്ല. കാരണം നമ്മൾ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും
ഒരു ഒരു ഇതാണ് ഒരു ബിഗ് സ്ക്രീനിൽ ഒരു പാട്ട് കേൾക്കുക എന്നുള്ളത്. അല്ല അവർക്കിപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പെട്ടെന്ന് റീച്ച് എത്താനായിട്ട് അന്നത്തെ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗിളിൽ കൂടെ പെട്ടെന്ന് ഇതുപോലുള്ള ഒക്കെ സാധനങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ ലൈഫിൽ ലോട്ടറി അടിക്കും പോലെ പാട്ട് തന്നെയാണ്. പിന്നെ അതിനുശേഷം തൊട്ടു തൊട്ടു എന്നുള്ള പാട്ട്, ഡയമണ്ട് നെക്ലസ് എന്ന സിനിമ, അത് കരിയർ ബ്രേക്ക് എന്നൊരു പാട്ടാണ്. ഇതിനുശേഷം കുറച്ച് സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു മേജർ സിനിമകളിലൊരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിൽ വന്നതിന് ശേഷമാണ് തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ ആ പാട്ട്. പിന്നെ അതിനുശേഷം കണ്ണിനുള്ളിൽ കൺമണി കാതിനുള്ളിൽ നീ തേൻമൊഴി, പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ. ഓമനക്കോമളത്താമരപ്പൂവേരാവുമാനില്ലേ ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ് കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ് വണ്ടറിഞ്ഞ സ്വാദ് മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും മൊഴിയിലും മധുരമായി. കുറേ പാട്ടുകൾ. തുള്ളിമഞ്ഞിനുള്ളിൽ പൊള്ളിയുറഞ്ഞു തങ്കലിപിയുള്ളൊരു സൂര്യജാതകം മാരിവിൽ കുടനീർത്തും മാനസം തണലാക്കി ചെന്തങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ മഴയിൽ നിറയും പുഴ പോലെ ഇളവേലിൻ പകലിൻ തിരി പോലെ. അങ്ങനെ ഒരുപാട് നല്ല പറയാതെ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ സത്യം പറഞ്ഞ. കാരണം ഇതൊക്കെ ഒരു ചെറുത്, ഇത് ഒരുപാട് പാട്ടുകളില് ഒരു കുറച്ച് ഇത് ഇങ്ങനെ പാടി എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ. പല പാട്ടുകളും എല്ലാരും കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ആരാ പാടിയെന്ന് അറിയില്ല. പലരും എൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ഞാൻ പാടുമ്പോഴാണ് ചിലപ്പോ ഇത് പാടി നജീബാണോ പാടി എന്നുള്ള പലരും ചോദിച്ചിട്ടുണ്ട് ഡയറക്ടർ. ഇത് പറഞ്ഞപ്പോ മുമ്പ് നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ആരുടെയാന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ വരുന്ന പാട്ടുകളൊന്നും ആർക്കും അറിയാൻ പറ്റണില്ല. അത് ആരായിരിക്കും പാടിയേക്കുന്നത്, എന്താണ്, അതൊന്നും ആരും അന്വേഷിക്കണില്ല. ഒന്ന് ഹിറ്റ് ജെന്യൂൻ ആണെന്ന് പോലും അറിയാൻ പറ്റില്ല. ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇപ്പൊ എല്ലാ മില്യൺസ് വ്യൂസും കാര്യങ്ങളും പാട്ട്. പിന്നെ അതുപോലെ നീലാകാശം നീരണിഞ്ഞ മിഴി, അതൊക്കെ നല്ല കുറെ പാട്ടുകളുണ്ട്. വാനിലുയരേ അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം. ഇഷ്ടം പോലെ അല്ലേ. ലാസ്റ്റ് മറ്റേ ഹിഷാമിന്റെ പാട്ടാണ് ട്രെൻഡിലോട്ട് പോയി. ഇതളെ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ പൂക്കും താരത്തുമ്പാലേ എന്നുള്ളം നോവല്ലേ. അടിപൊളി. എന്താണെങ്കിലും ഒരു പാട്ടുകാരനാണ്, ആ പാട്ടുകാരൻ എന്ന നിലയിൽ വന്നു ഒരു മ്യൂസിക് ഡയറക്ടറും കൂടിയാണ് നജീബ്. മ്യൂസിക് ഡയറക്ഷൻ ഉള്ളിൽ ഉള്ളൊരു ഭയങ്കര ഇതാണ്. മ്യൂസിക് ചെയ്ത് ആൽബം ഒക്കെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം മകനെയൊക്കെ വെച്ചിട്ട് തന്നെ ഒരുപാട് പാട്ടുകൾ, അതൊക്കെ നല്ല ഹിറ്റ് ആയിട്ടുള്ള പാട്ട്. അതിലൊരു രണ്ടുപേരും കണ്ണേ കൺമണിയേ കണ്ണിൻ പൂങ്കനവേ നെഞ്ചിൽ നീ പടര് മുല്ലേ ഞാനൻ അങ്ങനെ. അത് ഞാനേ മോന് 2.5 വയസ്സ് ഉള്ള സമയത്ത് അവനെ വെച്ചിട്ട് നമ്മള് ഉദയനാന്റെ താരത്തിൽ ക്യാമറ ഒക്കെ വെച്ച് അതുപോലെ, കാരണം അവന് 2 സെക്കൻഡ് കഴിഞ്ഞാൽ അവന്റെ മൂടങ്ങ് മാറും. മുകളിലൊക്കെ ക്യാമറ വെച്ചിട്ട് അവനെ ഓടിക്കും. അങ്ങനെ വളരെ സാഹസികരമായി ഷൂട്ട് ചെയ്ത ഒരു പാട്ടാണ്. ഈ പെരുന്നാളിന് എനിക്ക് എന്തായാലും കിട്ടി. എന്താണെങ്കിലും ഇവിടം വരെ വന്ന് അവിടെ ബിരിയാണി ഒക്കെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഫാമിലിനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നജീബ് മർഷാദിന്റെ ഫാമിലി നമ്മോടൊപ്പം ഇപ്പൊ കൂടിയിട്ടുണ്ട്.
നമസ്കാരം. നമസ്കാരം. ഇത് മുബാറക്. ഇത് മുബാറക്. ഇങ്ങനെ ബിരിയാണിയുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അതിന്റെ ഇടയ്ക്ക് നെയ്ച്ചോറിന്റെ കഥ പറഞ്ഞപ്പോ വായിൽ വെള്ളവും വന്നു. എല്ലാം റെഡി ആയി, എല്ലാം റെഡിയാ. എല്ലാം റെഡിയാണ്. ഉപ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം ഇട്ടിട്ടുണ്ട്. ആ എല്ലാം റെഡിയാ. നല്ല സ്മെല്ലായിരുന്നു. നീ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാള്? പെരുന്നാള് നന്നായിട്ടിരുന്നു. ഫുഡ് രാവിലെയൊക്കെ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സ്പെഷ്യൽ ഫുഡ് അതെ, എല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എല്ലാരും. ആണല്ലേ? ഞാൻ വന്നതുകൊണ്ട് ഇനി പുറത്ത് പോകാൻ പറ്റാത്ത അങ്ങനെ ബുദ്ധിമുട്ടായി? ഏയ് അങ്ങനൊന്നുമില്ല, എല്ലാം അടിപൊളിയായിട്ട്. പേരൊന്ന് പറ. തസ്നി. തസ്നീന. ഇൽഹാൻ. 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 ഇലു എന്ന് വിളിക്കും. ഇല്ലു എന്ന് വിളിക്കും. ഇല്ലു. ഇല്ലു. ഇല്ലു നോക്കി ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പറയാം. സുഖാണോ? സുഖാണോ? പാട്ട് പാടോ? ഇല്ലൊരു പാട്ട് പാടി കൊടുത്തേ. ഒരു പാട്ട് പാടി കൊടുത്തേ. ഇല്ല, ഇല്ലൊരു പാട്ട് പാടി കൊടുക്കുക. അപ്പൊ നജീമിന്റെ കൂടെ ഉള്ള ജീവിതം വളരെ ഹാപ്പിയാണ്. ആ മുഖത്ത് ഇങ്ങനെ അപ്പൊ 8 വർഷമായതോടെ 8 9 അല്ലേ 10 വർഷമായി. ഒന്നും ചോദിച്ചില്ല. അല്ല 10 വർഷം ചോദ്യം കേട്ടപ്പോ ഇപ്പൊ ജീവിതം. അല്ല 10 ആവാൻ പോകുന്നു. 7 വർഷമൊക്കെ ആയിട്ടുള്ള ചെറിയ ഇറക്കനാണ്. നമ്മളിപ്പോ മനസ്സിപ്പോഴും ചെറുപ്പത്തിലാണ്. ചെറുപ്പത്തിലാണ്. എങ്ങനെയുണ്ട് നജീമിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയാണ്? ഇക്കയുടെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. അങ്ങനെയാണല്ലോ പറയുള്ളൂ. എന്നാലും ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് ഉണ്ടാവുമല്ലോ. ഞാൻ ഇഷ്ടമില്ലാത്ത പാട്ട് ചോദിക്കണില്ല, ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞത്. ഇക്കയുടെ എല്ലാ പാട്ടും ഇഷ്ടാ. അങ്ങനെ ഒരു പാട്ട് തൊട്ടും ഇഷ്ടാ. നീലാകാശം എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. നജീമിനെയും ഇഷ്ടമാണ്. അതെ അതെ ഇഷ്ടമാണ്. നജീമിനും ഇഷ്ടമാണ്. ഡെന്റലാണ്, ഡോക്ടറാണ്. അതെ അല്ലേ? അതെ അതെ അതെ. ബിസി ആയിട്ടുണ്ട്, ഫുള്ള് തിരക്കാണ്. ഇന്ന് അവധിയാണ്. അതെ ഇന്ന് അവധിയാണ്. ഇവരെയൊക്കെ വിളിച്ച സമയത്ത് നല്ല തിരക്കുണ്ട്, പേഷ്യന്റ് ഉണ്ട്, അതുകൊണ്ട് എത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, നമ്മള് വർക്ക് ചെയ്യണമല്ലോ. പഠിച്ച പ്രൊഫഷനല്ലേ, അപ്പൊ പിന്നെ എന്തായാലും വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ വർക്ക് ചെയ്യുന്നു. എവിടെയാണ് പഠിച്ചത്? ബാംഗ്ലൂരാ പഠിച്ചത്. പിന്നെ പ്രാക്ടീസ് ഒക്കെ ഇവിടെ എറണാകുളം തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ സ്ഥലം കൊല്ലം, പുനലൂർ. അടുത്തടുത്താണ്. കൊല്ലം. എങ്ങനെ കണ്ടുമുട്ടി? ഫുള്ളി അറേഞ്ച്ഡ് മാരേജ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആലോചന വന്നു. 3rd ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. പിന്നെ സന്തോഷം ഇല്ല, പഠിക്കുന്ന ടൈമിലല്ലേ സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ഒരു പേടിയുണ്ട്. പെട്ടെന്നല്ലേ മാരേജ് ഒക്കെ. പിന്നെ കുഴപ്പമില്ല. പിന്നെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു 1.5 വർഷത്തോളം. പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പാടാറില്ല ഞാൻ ഫുൾ ടൈം പാട്ടാണ്. പക്ഷെ മൂളിക്കൊണ്ട് നടക്കും. ഇക്ക ഇപ്പം നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ഡയറക്ടറിന്റെ കഴിവാണ്. ഇക്ക ഇപ്പൊ വീട്ടിന്റെ ഉള്ളിലുണ്ട്. എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നതിനെ വെച്ചാൽ എപ്പോഴും ഒരു മൂളല് കേൾക്കാം. പാട്ടല്ല, വാക്കുകളോ അങ്ങനെയൊന്നുമല്ല. അതെ അതെ അതെ, എന്തെങ്കിലൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ടേ ഇരിക്കും. 10 വർഷം എന്തായാലും നജീബിന്റെ കൂടെ ജീവിച്ചു. 10 വർഷം ആയിട്ടില്ല, ആവാൻ പോകുന്നു. 9 വർഷം ആവാൻ പോകുന്നു. അല്ല ഇപ്പൊ 9.5 വർഷമായി. 9 വർഷം കഴിഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 9.5 വർഷമായല്ലോ കൂടെ. 2 വരി പാട്ട് ഞങ്ങൾക്ക് വേണ്ടി, ഇഷ്ടമുള്ള ഏതെങ്കിലും 2 വരി പാട്ട്. എന്റെ കൂടെ പാട്ടിന്റെ മറ്റേ കിട്ടിയോന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാനാണ്. 2 വരി പാട്ട്. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை இன்னை இந்த பூமி சுத்தி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை. ഭയങ്കര സപ്പോർട്ടിങ് പിച്ചിങ്ങനെ മാറിയപ്പോഴത്തേക്ക് റെഡി കൊടുത്തതാ. നജീം, എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം. പെരുന്നാളിന് വീട്ടിൽ വരാനും എല്ലാവരെയും കാണാനും
ഒക്കെ പറ്റി. എന്താണെങ്കിലും കുടുംബത്തോടെ നിൽക്കുന്ന നല്ല അടിപൊളി പാട്ട് നമുക്ക് മൂസാക്കാരൊരു പാട്ട് പാടാം. അതായത് ഞാൻ പണ്ട് വളരെ അടുത്ത് യാത്രയിൽ ഒരുമിച്ച് കണ്ട് കുറേ വിശേഷങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. തലശ്ശേരിയിൽ ഷൂട്ടൊക്കെ ചെയ്ത സമയത്ത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു പാട്ട്. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി ഇഷ്കക്കടലിൻ്റെ മോസ പൊട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസഫ് നബിയിൽ നിറഞ്ഞല്ലോ. അടിപൊളി, നല്ല രസമുണ്ട്. ഇഷ്ടമല്ലേ പാട്ട്? നല്ല പാട്ടാ. ഏറ്റവും കൂടുതൽ കല്യാണ വീടുകളിലൊക്കെ പാട്ട് പാടുന്നത് ഈ പാട്ടായിരിക്കും. നല്ല രസമാണ് അതിന്റെ വരികളും എല്ലാം നല്ല രസമായിട്ട് പാടി. എല്ലാ വരികളും ഇനി ഓരോ ചാൻസ് ഇതുപോലെ ഒരേ ട്യൂണാണ് അതിൽ തന്നെ അങ്ങോട്ട് പോണത്. എന്താണെങ്കിലും പെരുന്നാളിന് ESP മീഡിയയോടൊപ്പം ഒന്ന് വരാൻ പറ്റിയതിലും ആ മനസ്സ് കാണിച്ചതിലും ഒരുപാട് നന്ദി ഞാൻ പറയും. നന്ദി പറയേണ്ട ആവശ്യമില്ല, എന്നാലും എൻ്റെ ഭാഗത്തു നിന്ന് ഞാനൊരു നന്ദി പറയും. എന്താണെങ്കിലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പെരുന്നാളിന് ഇവിടെ വന്നു, ഇനി നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കണം, അടിപൊളിയാക്കണം, നല്ല സെറ്റാക്കി കൊണ്ടുപോകണം. എന്നെ കുറച്ച് നേരത്തേക്കൊക്കെ കുറച്ച് ഇമോഷണൽ സീനിലേക്കൊക്കെ കൊണ്ടുപോയി. എന്താണെങ്കിലും നല്ല രസമുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള കഥകളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. വീട്ടിലെ കാര്യങ്ങളും വന്ന കാര്യങ്ങളും ഒരുപാട് ഇൻ്റർവ്യൂസിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ESP മീഡിയയിലൂടെ തന്നെ ഒരുപാട് നേരം ഇങ്ങനെ തരാനും, ഇതിന് മുമ്പ് എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു, വീണ്ടും എനിക്ക് തന്നു. ഞാൻ എൻ്റെ ആ സന്തോഷമാണ് വീണ്ടും വീണ്ടും ഞാനിത് പറയുന്നത്. എന്താണെങ്കിലും നമുക്കൊരു അടിപൊളി പാട്ട് പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് കൽബേ, എന്താണ് കൽബേ, നാടാകെ കേൾക്കും നാദമോടെ ദഫ് പോൽ നീ മിടിക്കുന്നതെന്താണ്? അതിശയ സ്വരമൊരു കൽബിനേകുമതിനരഞ്ഞൊടി മതി മൊഹബത്തിന്. മൊഹബത്ത് കൽബിൽ വന്നു ചേർന്നതിന് വേറൊരു തെളിവിന് എന്തിന്? എന്താണ് കൽബേ, എന്താണ് കൽബേ. അടിപൊളി, നല്ല രസം. ബിജുപാലേട്ടൻ മ്യൂസിക് ചെയ്ത KL10 സോങ് ആയിരുന്നു. അപ്പം എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നജീമിൻ്റെ കുടുംബവും നജീമുമായിട്ട് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. ഈ പെരുന്നാൾ നല്ല ആഘോഷമാക്കി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു എല്ലാവരോടും. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം. ഇത്രയും നാളും തന്ന സ്നേഹവും സപ്പോർട്ടൊക്കെ വളരെ വലുതാണ്. ഇപ്പോഴും ഇബ്രു ഇവിടെ വന്നിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും അല്ലേ ഒരു പ്രോത്സാഹനമൊക്കെ കൊണ്ടാണ്. പാട്ടുകളിലൂടെ തരുന്ന പാട്ട് കേട്ടിട്ട് പറയുന്ന അഭിപ്രായങ്ങളും അതെല്ലാം കൊണ്ടാണ്. അപ്പോൾ ഇനിയും അത് വീണ്ടും വീണ്ടും ഉണ്ടാവുക. വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നജീം അർഷാനോടൊപ്പമുള്ള ഈ കുടുംബത്തോടൊപ്പമുള്ള ഈ ചെറിയ പെരുന്നാൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ഇബ്രു.